ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. സോ ഇന്ന് നമ്മൾ MEG 5 ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ലിറ്റററി ക്രിറ്റിസിസം? നമ്മൾ എപ്പോഴെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ പോയമോ ഒക്കെ വായിച്ചിട്ട് വണ്ടർ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഇതെന്താണ് ശരിക്കും മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് നല്ലതാണോ അതല്ലെങ്കിൽ ചീത്തതാണോ, അങ്ങനെയൊക്കെ നമ്മൾ വണ്ടർ അടിച്ചിട്ടുണ്ടാവില്ലേ. ബേസിക്കലി അതിനെ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇൻ എ വേ ഒരു അനലൈസിങ് അല്ലെങ്കിൽ ഒരു ജഡ്ജിങ് ചെയ്യുന്നതിനെയാണ് ലിറ്ററേച്ചറിനെ. ഓക്കെ, സോ ഈ ഒരു അനലൈസിങ്ങിൻ്റെ പിന്നിൽ ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡ്സും ഐഡിയാസും ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ തിയറീസ് എന്ന് പറയുന്നു. അതാണ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്നത്. സോ MEG 5 നമ്മൾ അതിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഹൗ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ടൈം പീരീഡ്സ് അണ്ടർസ്റ്റുഡ് ലിറ്ററേച്ചർ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഓക്കെ, സോ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് ആയിട്ട് ക്ലാസിക്കൽ ക്രിറ്റിസിസം. ഓക്കെ, ദ ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ആണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്കിൽ നിന്നും പ്ലാറ്റോ എന്ന് പറയുന്ന ഒരു ഓഥറിനെ എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഏൻഷ്യൻ ഗ്രീസിൽ തുടക്കമിട്ട ഒരു കാര്യമാണ്. ഇറ്റ് മെയിൻലി ഫോക്കസസ് ഓൺ റൂൾസ്, ഓർഡർ ആൻഡ് മോറൽ വാല്യൂസ് ഇൻ ലിറ്ററേച്ചർ. ഈ 3 കാര്യങ്ങളിലാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇതിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് തിങ്കറാണ് പ്ലാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ആക്ച്വലി ക്ലാസിക്കൽ ക്രിറ്റിസിസം? ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലിറ്ററേച്ചർ. ഓക്കെ, ഏൻഷ്യൻ ഗ്രീസിൽ പ്ലാറ്റോനെയും അരിസ്റ്റോട്ടലിനെയും പോലുള്ള തിങ്കേഴ്സ് സ്റ്റാർട്ട് ചെയ്ത വളരെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലിറ്ററേച്ചറാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇതിൽ അവർ ബിലീവ് ചെയ്യുന്നത് ലിറ്ററേച്ചർ ഷുഡ് ഫോളോ പ്രോപ്പർ റൂൾസ് ആൻഡ് ബി ക്ലിയർ ആൻഡ് വെൽ സ്ട്രക്ചേർഡ്. ഓക്കെ, ഒരു മോറൽ പർപ്പസ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം, വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ. ഓൾസോ എന്താ പറയുന്നത്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ ഓഫ് ലൈഫ് അഥവാ മിമിസിസ് ആണ്. അതുകൊണ്ട് തന്നെ റിയാലിറ്റീനെ ഒരു മീനിങ് ഫുൾ വേയിൽ വേണം അത് റെപ്രസെൻറ്റ് ചെയ്യാനെന്നും. അതേപോലെ തന്നെ ഇതിൽ റൈറ്റേഴ്സിനെ അവർ എന്ത് ചെയ്യാനാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരുടെ ട്രഡീഷൻസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനും റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ബാലൻസ് ബിറ്റ്വീൻ ഇമോഷൻ ആൻഡ് റീസൺ കൊണ്ടുവന്നിട്ട് ലിറ്ററേച്ചർ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ഈ തിങ്കേഴ്സ് ബിലീവ് ചെയ്യുന്നത്. ഓൾസോ ഈ ക്ലാസിക്കൽ ക്രിറ്റിസിസം ഓർഡർ, ഡിസിപ്ലിൻ, ഹാർമണി ഇതേപോലുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്ലാറ്റോയിലേക്ക് പോകാം. പ്ലാറ്റോയെ പറ്റിയുള്ളൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹി വാസ് എഗെയിൻസ്റ്റ് ആർട്ട്. ഓക്കെ, പോയട്രി, പെയിൻറ്റിങ്, ഡ്രാമ അതേപോലെയുള്ളതൊക്കെ ഒരു ആർട്ടിൻ്റെ രൂപത്തിൽ അദ്ദേഹം വളരെ എതിരായിരുന്നു. അതായത് ഫുള്ളി എതിരല്ല, പക്ഷേ ഒരു ലിമിറ്റഡ് രീതിയിൽ മാത്രം മതി ഇതൊക്കെയൊന്ന് വിശ്വസിച്ചിരുന്നൊരു തിങ്കറായിരുന്നു അദ്ദേഹം. ഓക്കെ, പ്ലാറ്റോയുടെ വിശ്വാസം അനുസരിച്ച് ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി ആൻ ഇമിറ്റേഷൻ ഓഫ് റിയാലിറ്റി എന്നാണ് പുള്ളി പറയുന്നത്. ഒരിക്കലും അതൊരു സത്യമായിട്ടുള്ള ട്രൂത്തായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഓൺലി അപ്പിയറൻസിനെ മാത്രം കാണിക്കുന്ന കാര്യമാണ് ആർട്ട് എന്ന് പറയുന്നതെന്നാണ് പ്ലാറ്റോയുടെ വിശ്വാസം. സോ പ്ലാറ്റോയുടെ ഐഡിയയിൽ റിയാലിറ്റി എന്താണെന്ന് 3 ഒരു ലെവലായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഹി എക്സ്പ്ലെയിൻസ് റിയാലിറ്റി ഇൻ 3 ലെവൽസ്. ഫസ്റ്റിലത്തത് വേൾഡ് ഓഫ് ഐഡിയാസ്, അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രൂത്ത്. എന്തൊരു കാര്യത്തിൻ്റെയും പെർഫെക്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് വേൾഡ് ഓഫ് ഐഡിയ എന്നുള്ള ഫോമിലിരിക്കുമ്പോഴാണെന്നാണ് പ്ലാറ്റോയുടെ വിശ്വാസം. ദെൻ സെക്കൻഡ് ലെവൽ ഫിസിക്കൽ വേൾഡ്, അതിൻ്റെ ഒരു ഇംപെർഫെക്റ്റ് ട്രൂത്തായിട്ട് പറയുന്ന ഫിസിക്കൽ വേൾഡ്. ദെൻ പറയുകയാണെങ്കിൽ ആർട്ട്, കോപ്പി ഓഫ് ദ ഫിസിക്കൽ വേൾഡ്. ഇങ്ങനെ ഒരു ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിനെ അദ്ദേഹം ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്. അതായത് ഒറിജിനലി ആയിട്ടുള്ള വേൾഡ് ഓഫ് ഐഡിയാസിൽ നിന്നും 2 വട്ടം റിമൂവ് ചെയ്യപ്പെട്ട ഒരു സാധനമായിട്ടാണ് അദ്ദേഹം ആർട്ടിനെ കാണുന്നത്. ഓക്കെ, ഹി ബിലീവ്സ് ഓൺലി ഫിലോസഫേഴ്സ് അണ്ടർസ്റ്റാൻഡ് റിയൽ ട്രൂത്ത് എന്നാണ് പ്ലാറ്റോയുടെ വശം. സോ നോളജ് എന്ന് പറയുന്നത് ഐഡിയയിൽ നിന്നും വരുന്നൊരു കാര്യമാണ്, അതല്ലാതെ ആർട്ടിൽ നിന്നുമല്ല വരുന്നതാണ് പ്ലാറ്റോ വാദിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു 3 ലെവൽസിനെ നമ്മൾ തിയറി ഓഫ് ഫോംസ് എന്നാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാകും, അതിനെയാണ് പെർഫെക്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഫിസിക്കൽ വേൾഡ്, ആ ഫിസിക്കൽ വേൾഡ് തന്നെ ഈ പെർഫെക്റ്റ് ട്രൂത്തിൻ്റെ ഒരു ഫസ്റ്റ് കോപ്പി പോലെയാണ്. ദെൻ വരുന്നതാണ് ആർട്ട് എന്ന് പറയുന്നത്, കോപ്പി ഓഫ് ദ ഫിസിക്കൽ വേൾഡ്, ദാറ്റ് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ,
സോ ഇനി ഇമിറ്റേഷൻ എന്ന് പറയുന്ന വാക്ക് പറയാൻ പ്ലാറ്റോ ഉപയോഗിച്ച അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് മിമിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹി യൂസ്ഡ് ദ വേർഡ് മിമിസിസ് ടു മീൻ ഇമിറ്റേഷൻ. സോ ആർട്ട് ഈ ഫിസിക്കൽ വേൾഡിനെ ഇമിറ്റേറ്റ് ചെയ്യണം, അതായത് ഓൾറെഡി ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ വേൾഡിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ആർട്ട് എന്നാണ് പ്ലാറ്റോ പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ ആർട്ട് ബിക്കംസ് ഈവൻ ലെസ് വാല്യുബിൾ. ഫിസിക്കൽ വേൾഡിന് ഉള്ള അത്രയും പോലും വാല്യൂ ഇല്ലാത്തൊരു സാധനമായിട്ട് ആർട്ട് ഇവിടെ മാറുകയാണ് അല്ലേ. ഇമിറ്റേഷൻ മേക്സ് ആർട്ട് മിസ്ലീഡിങ് ആൻഡ് അൺറിലയബിൾ. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സോഴ്സായിട്ടാണ് ആർട്ടിനെ പ്ലാറ്റോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾസോ ഹി ബിലീവ്സ് ദാറ്റ് ആർട്ട് ക്രിയേറ്റ്സ് ഇല്യൂഷൻ. ആർട്ട് ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി ആൾക്കാരെയൊക്കെ ഡിസീവ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഹി ബിലീവ്സ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, നമ്മളെ ആർട്ട് ഇല്ലാത്തൊരു സാധനത്തിൽ വിശ്വസിക്കാനാണ് പ്രേരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഓൾസോ ആർട്ടും ഇമോഷനും തമ്മിൽ വളരെ വലിയൊരു കണക്ഷൻ ഉണ്ടെന്നും ഈ ആർട്ട് നമ്മൾക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ട് നമ്മളെ ഇമോഷണലി എൻഗേജ്ഡ് ആക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് വെച്ചിട്ട് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യാതെ ഇമോഷൻസ് വെച്ചിട്ടൊരു സാധനത്തെ അപ്രോച്ച് ചെയ്യാൻ നമ്മളെ എൻകറേജ് ചെയ്യുകയാണ് ആർട്ടെന്നും അത് വളരെ ഡേഞ്ചറസ് ആണെന്നും നമ്മളുടെ ഹ്യൂമൻ ക്യാരക്ടറിനെ വളരെയധികം വീക്കൺ ചെയ്യുന്നുവെന്നും പറയുന്നു. അതേപോലെ തന്നെ ആർട്ട് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ യങ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർട്ടിന് വളരെ സ്ട്രോങ് ആയിട്ട് പറ്റുമെന്നും അതുകൊണ്ട് തന്നെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആർട്ടിനെ ലിമിറ്റ് ചെയ്യപ്പെടണം എന്നാണ് പ്ലാറ്റോയുടെ വിശ്വാസം. സോ മോറലി കറക്റ്റായിട്ടുള്ള ആർട്ട് മാത്രമേ എഡ്യൂക്കേഷനിൽ ഇൻവോൾവ് ചെയ്യാവുള്ളൂ എന്നാണ് പ്ലാറ്റോയുടെ വാദം. ഓക്കെ, പ്ലാറ്റോ പോയിറ്റ്സിനെയൊക്കെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഹോമറിനെ പോലെയുള്ള പോയിറ്റ്സിനെയൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ദേ ഡു നോട്ട് ഹാവ് റിയൽ നോളജ് ആൻഡ് ദേ ഓൺലി ഇമിറ്റേറ്റ് തിങ്സ് എന്നാണ്. കുറച്ച് സാധനങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് അറിവില്ലാത്ത, അവർക്ക് നേരിട്ട് കണ്ടു പരിചയം പോലും ഇല്ലാത്ത സാധനങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെ സംഭവങ്ങളെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന ഒട്ടും നോളജ് ഇല്ലാത്ത ആൾക്കാരായിട്ടാണ് അദ്ദേഹം പോയിറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ പോയിറ്റ്സ് ഈ പോയട്രി ഉപയോഗിച്ച് വ്രോങ് ആയിട്ടുള്ള ഐഡിയാസ്, ഗോഡ്സിനെയും ഹീറോസിനെയൊക്കെ പറ്റിയിട്ട് സിറ്റിസൻസിൻ്റെ ഇടയിലേക്ക് വ്രോങ് ആയിട്ടുള്ള ഐഡിയാസ് സ്പ്രെഡ് ചെയ്ത് വിടുന്നെന്നും അത് വളരെ ഹാംഫുൾ മെസ്സേജസ് ആണ് സിറ്റിസൻസിൻ്റെ ഇടയിൽ കൊടുക്കുന്നതെന്നുമാണ് പ്ലാറ്റോ ക്രിട്ടിസൈസ് ചെയ്തത് പോയിറ്റ്സിനെ പറ്റിയിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് 2 പോയിൻറ്റ്സും ഇത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. പോയിറ്റ്സിനെ ഇഗ്നോറൻറ്റ് ക്രിയേറ്റർ ആയിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്, കോപ്പി ഓഫ് റിയാലിറ്റി, ഒരു റിയാലിറ്റീനെ കോപ്പി ചെയ്ത് അതിനെ പറ്റിയിട്ട് ട്രൂ നോളജോ അണ്ടർസ്റ്റാൻഡിങ്ങോ ഇല്ലാതെ ആൾക്കാരുടെ ഇടയിലേക്ക് ആ ഒരു ഡിസീവിങ് മെസ്സേജ് കൊടുക്കുന്ന ആളായിട്ടാണ് പോയിറ്റ്സിനെ അദ്ദേഹം കണ്ടത്, ഒരു ഇഗ്നോറൻറ്റ് ക്രിയേറ്ററായിട്ട്. ഓക്കെ, ഓൾസോ ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ആർട്ടിന് ഓൺലി ഒരു ലോവർ സ്റ്റാറ്റസ് മാത്രമാണുള്ളത്, ബിക്കോസ് അത് ഒരുപാട് ഫാറാണ്, ട്രൂത്തിൽ നിന്നും ഒരുപാട് ദൂരെയുള്ളൊരു കാര്യമാണ് ആർട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിന് വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോവർ ആയിട്ടുള്ള സ്റ്റാറ്റസ് മാത്രമാണ് ഉള്ളതെന്നും പ്ലാറ്റോ പറയുന്നുണ്ട്. സോ ഇനി പ്ലാറ്റോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് റിപ്പബ്ലിക്, ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റിസിനെയും സൊസൈറ്റീനെയൊക്കെ പറ്റിയിട്ടാണ്. ഒരു കൺട്രി എങ്ങനെ ഒരു ഗവൺമെൻറ് റൺ ചെയ്യണം, അതേപോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു ബുക്കാണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു റിപ്പബ്ലിക് എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ആ ബുക്കിൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഗവൺമെൻറ് വെയർ വൈസ് ആൻഡ് ജസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ ഒരു കൺട്രി റൂൾ ചെയ്യുകയാണ്. കിങ്സോ ഡിക്റ്റേറ്റേഴ്സോ ഒന്നും അല്ലാതെ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ നല്ലതിന് വേണ്ടിയിട്ട് റൂൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഫിലോസഫേഴ്സാണ് അങ്ങനത്തെ റൂളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നൊരു ബുക്കിൽ, റിപ്പബ്ലിക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഒരു ഐഡിയൽ സ്റ്റേറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കൺട്രി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ഐഡിയൽ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രി അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ പറ്റിയിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു പെർഫെക്റ്റ് കൺട്രിയിൽ വെർ എവറിത്തിങ് ഈസ് ഫെയർ, ജസ്റ്റ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്, അവിടെ പ്ലാറ്റോ ആർട്ടിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്, ആ ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ, ആ ഒരു ഐഡിയൽ സ്റ്റേറ്റിൽ എന്തുകൊണ്ടാണ് പ്ലാറ്റോ പറയുന്നത്, ആർട്ടിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്, ആർട്ട് മസ്റ്റ് ബി സെൻസേർഡ് ഇൻ ദ ഐഡിയൽ സ്റ്റേറ്റ് എന്ന്. ഓക്കെ, ആർട്ടിനെ വളരെയധികം സെൻസർ ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സെൻസർ ചെയ്യണമെന്ന് പറയുന്നത്,
പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ ആർട്ട് അല്ലെങ്കിൽ പോയട്രി എന്താണ്, ബാഡ് ആയിട്ടുള്ള ബിഹേവിയറിനെ കാണിച്ചിട്ട് അതൊരു എക്സാമ്പിളായിട്ട് കൊടുക്കുകയും റോങ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഫോൾസ് ഐഡിയാസ് സ്പ്രെഡ് ചെയ്യുന്നു. സോ ഗുഡ് ആൻഡ് മോറൽ ആയിട്ടുള്ള പോയട്രി ആൻഡ് ആർട്സ് മാത്രം അലോ ചെയ്താൽ മതിയെന്നാണ് പറയുന്നത് ഐഡിയൽ സ്റ്റേറ്റിൽ. ഓക്കെ, സോ മേ ബി ക്വസ്റ്റ്യൻസ് വരാം. വൈ പ്ലാറ്റോ വാണ്ട്സ് ടു റിമൂവ് പോയിറ്റ്സ് ഫ്രം ദ ഐഡിയൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ പോയിറ്റ്സിനെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ അവരെ ലിമിറ്റ് ചെയ്യണം എന്ന് പ്ലാറ്റോ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. വൈ? ഇറ്റ്സ് ബിക്കോസ് ദേ സ്പ്രെഡ് ഇഗ്നോറൻസ്, അല്ലെങ്കിൽ അവർ ഫോൾസ് ആയിട്ടുള്ള ഇമോഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്യുന്നു, റോങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് കൊടുക്കുന്നത്. അതൊക്കെ കാരണമാണ് ഐഡിയൽ സ്റ്റേറ്റിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണം, അവരുടെ ഇൻട്രാക്ഷൻസ് ലിമിറ്റ് ചെയ്യണം എന്ന് പ്ലാറ്റോ പറഞ്ഞത് അതുകൊണ്ടാണ്. ഓൾസോ സൊസൈറ്റിയിൽ ആർട്ടിന് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് പ്ലാറ്റോ. ഓക്കെ, ആർട്ട് സൊസൈറ്റിയെ വളരെ ഡീപ്പർ ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും സിറ്റിസൻസിനെ അതനുസരിച്ച് ആക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരു ഫാക്ടർ തന്നെയാണ് ആർട്ട് എന്നാണ് പ്ലാറ്റോ വിശ്വസിച്ചിരുന്നത്. ദെൻ ഒരു ഫൈനൽ കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്, പ്ലാറ്റോ ഫുള്ളി റിജക്റ്റ് ചെയ്തിട്ടില്ല ആർട്ടിനെ ഒരിക്കലും. അദ്ദേഹം അത് ലിമിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മൊറാലിറ്റി പഠിപ്പിക്കാൻ കഴിവുള്ള, ട്രൂത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആർട്ട് മാത്രം അലോ ചെയ്താൽ മതി എന്നാണ് പ്ലാറ്റോയുടെ വാദം, അല്ലെങ്കിൽ അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന ആശയം അതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ വരുന്ന പ്ലാറ്റോയുടെ ഐഡിയാസ് എന്ന് പറയുന്നത്? ആർട്ട് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷനാണ്, ഇറ്റ്സ് എ കോപ്പി ഓഫ് കോപ്പി. ആർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഫാർ ഫ്രം ട്രൂത്ത് ആൻഡ് ഇറ്റ്സ് ക്രിയേറ്റ് ഇല്യൂഷൻസ്. ആൻഡ് ഓൾസോ ആർട്ട് ക്യാൻ അഫക്റ്റ് അവർ ഇമോഷൻസ് വെരി ഡേഞ്ചറസ്ലി. ആൻഡ് ഓൾസോ പോയറ്റ് ലാക്സ് ട്രൂ നോളജ്. സോ ആർട്ട് മസ്റ്റ് ബി കൺട്രോൾഡ് ഓർ ലിമിറ്റഡ് ടു ബി എ മോറലി വാല്യൂബിൾ ആർട്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്, പ്ലാറ്റോയുടെ വ്യൂ എന്താണ് അല്ലെങ്കിൽ പ്ലാറ്റോയുടെ ഐഡിയ ഓഫ് ആർട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, സോ നൗ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഗ്നോബാബ പോലെയുള്ള സൈറ്റ്സിൽ റെഫർ ചെയ്ത് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഈ പറഞ്ഞു തന്ന നോട്ട്സ് ആൻഡ് ഐഡിയാസ് വെച്ചിട്ട് പ്ലാറ്റോയെ പറ്റിയിട്ടുള്ള ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു 2-3 തവണയെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആൻസേഴ്സ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഒരിക്കലും കേട്ട് മനസ്സിലാക്കി ഇത് വെച്ചിട്ട് പോയിട്ട് എഴുതാമെന്ന് വിചാരിക്കരുത്. കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ വീഡിയോസ് കേട്ട് ആ നോട്ട്സ് മനസ്സിലാക്കി മലയാളത്തിൽ തന്നെ അതിൻ്റെ ഐഡിയാസ് ഗ്രാസ്പ് ചെയ്യുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങളുടേതായിട്ടുള്ള ആൻസർ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ അരിസ്റ്റോട്ടലിനെ പറ്റിയിട്ട്, ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിൽ തന്നെയുള്ള അരിസ്റ്റോട്ടലിനെ പറ്റിയിട്ടാണ് വായിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ്.